ഇങ്ങനെ പോയാൽ രാജീവ് ചന്ദ്രശേഖർ രാജിവെച്ചു പോകും. അദ്ദേഹം പണി നിർത്തിപ്പോകും. കെ സുരേന്ദ്രനും ഗോപാലകൃഷ്ണനുമൊക്കെ കാഷായ വസ്ത്രമെടുത്ത് കാശിക്ക് പോകും. ശശികല ടീച്ചറുടെയും ആർ വി ബാബുവിൻ്റെയും തില്ലങ്കേരിയുടെയും ഒന്നും കഥയൊന്നും പറയണ്ട. കാരണം ആ രീതിയിലുള്ള പ്രകടനമല്ലേ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരുടെ, മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്നത്. ഏത് ഡിഗ്രിയിലുള്ള വർഗീയ വിഭജന വർത്തമാനങ്ങളാണ് ഈ ഉത്തരവാദപ്പെട്ട മുഖങ്ങളിൽ നിന്ന്, നാവുകളിൽ നിന്ന് നാം കേൾക്കുന്നത്. നമ്മൾ വളരെയധികം ചർച്ച ചെയ്തതാണ്. വസ്ത്രം നോക്കി മനസ്സിലാക്കാൻ കഴിയും രാജ്യദ്രോഹികൾ ആരാണ് എന്ന് പറഞ്ഞ ആ പ്രസംഗം നിങ്ങൾ ഓർക്കുന്നില്ലേ? അതുപോലെയല്ലേ ജയിച്ചു വന്നവരുടെ പേര് നോക്കിയാൽ മനസ്സിലാകും എങ്ങനെയാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നൊക്കെ. ഒരു പ്രദേശത്തെ, ഒരു ജില്ലയെ, അവിടുത്തെ ഒരു മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ പ്രത്യേകമായി അപരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രിയുടെ പ്രസംഗം കേരളം കേൾക്കേണ്ടി വരിക എന്ന് പറയുന്നത് എത്രമാത്രം സ്ഫോടനാത്മകമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ ആശങ്കയോടുകൂടി കാണുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വർഗീയ വിഭജനം നടത്തി അതിലെ മൂപ്പ് പങ്ക് അവകാശപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോകുന്ന ചില ആളുകളുണ്ടല്ലോ. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച ആളുകൾ, BJPയുടെ വക്താക്കൾ, അവർ ആ രീതിയിലാണല്ലോ അധികാരത്തിലേക്ക് കടന്നു വരാറുള്ളത്. ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാനങ്ങളിലായാലും അതേ പാറ്റേണിൽ, അതേ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചാരണവുമായി CPM പോലൊരു പാർട്ടി എങ്ങനെയാണ് പോവുക എന്ന് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. അവർ മുന്നോട്ട് വച്ചിരുന്നത് വർഗരാഷ്ട്രീയമാണ്. ക്ലാസ് വാറാണ് അവരുടെ പ്രത്യയശാസ്ത്രം. അതിലധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയമാണ്. എന്നാൽ ഇവർ പ്രയോഗിക്കുന്നത് എന്താണ്? ഈ അടുത്ത കാലത്തായി അതിൻ്റെ തീവ്രത വർദ്ധിച്ചിരിക്കുന്നു. എക്കാലത്തും അവർ അടവ് നയം എന്ന ഓമന പേരിൽ ഇത് തന്നെയാണ് പയറ്റിയിരുന്നതെങ്കിലും അന്നൊക്കെ അതിനൊരു മറയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് തുറന്ന് പച്ചയ്ക്ക് വർഗീയമായി ഭിന്നിപ്പുണ്ടാക്കുന്ന, വംശീയമായി വിദ്വേഷം ജനിപ്പിക്കുന്ന വാക്കുകളിലൂടെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ രംഗത്ത് വരുന്നു എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടി കേരളം കാണേണ്ട കാര്യമാണ്. അത് AK ബാലനാണെങ്കിലും സജി ചെറിയാനാണെങ്കിലും മുഖ്യമന്ത്രി തെളിച്ചിട്ട വഴിയിലൂടെയാണ് അവരൊക്കെ നടക്കുന്നത്. പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി പോലും തള്ളിപ്പറഞ്ഞിട്ടും, സംസ്ഥാന സെക്രട്ടറി പോലും ഒരു ഘട്ടത്തിൽ തള്ളിപ്പറഞ്ഞിട്ടും AK ബാലനെ ചേർത്ത് പിടിച്ച പിണറായി വിജയൻ്റെ മനസ്സ് നാം കാണാതിരുന്നുകൂടാ. പിണറായി വിജയൻ ഒപ്പം കൂട്ടി സഞ്ചരിച്ച വെള്ളാപ്പള്ളി അതിനേക്കാൾ ഹയർ ഡിഗ്രിയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ വിദ്വേഷം ജനിപ്പിക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളം എങ്ങോട്ടാണ് പോകുന്നത്? ശ്രീനാരായണ ഗുരുവിൻ്റെ നാട് ഇത്തരത്തിൽ വർഗീയ വിദ്വേഷം വമിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് കടന്നു വരുന്നതിന് ശ്രമിക്കുക എന്ന് പറയുമ്പോൾ, അധികാരത്തിലേക്ക് കടന്നു വരാൻ ഏത് നികൃഷ്ടമാർഗവും സ്വീകരിക്കാൻ മടിയില്ല തങ്ങൾക്ക് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം CPMൻ്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് കേരളത്തിന് വലിയ വില കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, കേരളം എപ്പോഴും മതേതരമായി ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ്, ഒരു പ്രദേശമാണ്. അതിലെ ഭൂഭാഗത്ത് എല്ലാ ജനങ്ങളും പരസ്പരം സഹകരിച്ചുകൊണ്ടും സഹവർത്തിത്വത്തോടു കൂടിയും കഴിഞ്ഞു പോന്നിട്ടുള്ളൊരു മണ്ണാണ്. ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് എന്ന് പലപ്പോഴും നമ്മൾ അഭിമാനിച്ചിട്ടുള്ള പ്രദേശമാണ് നമ്മുടെ കേരളം. ആ കേരളത്തിലാണ് അധികാരം നഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ, ഈ അസുഖം കലശലായത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അതിനു മുമ്പ് തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജി പരിശോധിക്കണം, പരീക്ഷിക്കണം എന്നുള്ള തരത്തിൽ അവരുടെ പാർട്ടി നിലപാട് മാറ്റി മുന്നോട്ട് പോയിരുന്നുവെങ്കിലും ഇങ്ങനെ തീവ്രമായിട്ടുള്ള ഇടപെടലിലേക്ക് CPMൻ്റെ നേതാക്കൾ വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത്, ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഈ ഭൂമി തന്നെ ഇല്ലാതായി പോകും, ഈ രാജ്യം തന്നെ ഇല്ലാതായി പോകും, തങ്ങളും തങ്ങളുടെ പ്രസ്ഥാനവും ഇല്ലാതായി പോകും എന്ന തരത്തിലുള്ളൊരു ഭയമാണോ CPM നേതാക്കളെ മഥിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. അത്തരത്തിലാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രസ്താവനകൾ. കേരളം വളരെ കരുതലോടുകൂടി സമീപിക്കേണ്ട വിഷയമാണ് സമീപ ദിവസങ്ങളിൽ വരാനിരിക്കുന്നത് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്.